എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയപടിയായ ഒരവസ്ഥ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശരിക്കും എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തുവരേണ്ടത് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഒരു സ്ഥലത്തങ്ങ് കുടുങ്ങിപ്പോയ പോലെ? നമ്മളെല്ലാവരും നല്ല മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? പുതിയ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, അതിനുവേണ്ടി നല്ലോണം കഷ്ടപ്പെടും. പക്ഷേ അവസാനം എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തും. ഭയങ്കര നിരാശ തോന്നുന്ന ഒരു കാര്യമാണിതല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, യഥാർത്ഥ പ്രശ്നം ഒരുപക്ഷെ നിങ്ങളുടേതായിരിക്കില്ല. ഇത് നിങ്ങളുടെ അച്ചടക്കത്തിന്റെ കുറവൊന്നുമല്ല. ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ തലച്ചോറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ പോരാടുന്നത് തെറ്റായൊരു യുദ്ധമാണ്. കാരണം കംഫർട്ട് സോൺ എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ എന്താ സാധാരണ കംഫർട്ട് സോണിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അത് സുഖമുള്ള, സേഫായ ഒരു സ്ഥലമാണെന്ന്. പക്ഷെ സത്യമതല്ല. അതൊരു ന്യൂറോളജിക്കൽ അഡിക്ഷനാണ്. അതായത് നമ്മുടെ തലച്ചോറിന് കിട്ടിയ ഒരു തരം അഡിക്ഷൻ. അത്രയ്ക്ക് ആഴത്തിൽ വേരൂന്നിയ ഒരു ശീലമാണിത്. നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണെന്നറിയാമോ? നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതല്ല, അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ നേടിത്തരുക എന്നുമല്ല. അല്ല. അതിന്റെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങളെ ജീവനോടെ നിലനിർത്തുക എന്നതാണ്. സർവൈവൽ, അതിജീവനമാണ് അതിന്റെ മെയിൻ പ്രോഗ്രാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികൾ വേട്ടയാടി ജീവിച്ചിരുന്ന കാലം. അന്നൊക്കെ ഭക്ഷണം കണ്ടെത്തുന്നത് തന്നെ വലിയ പാടായിരുന്നു. എവിടെ നോക്കിയാലും അപകടങ്ങള്. അപ്പോ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനം എന്തായിരുന്നു? ഊർജം ലാഭിക്കുക, വെറുതെ റിസ്ക് എടുക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മുടെ തലച്ചോർ ഒരു കാര്യം പഠിച്ചു: എപ്പോഴും സുഖപ്രദമായ, പരിചയമുള്ള, പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് സേഫ്. ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ തലച്ചോർ ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിലെ സോഫ്റ്റ്വെയർ വെച്ചാണ് ഓടുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു പുതിയ ലോകത്ത്. ഈ ഒരു പൊരുത്തക്കേടാണ് എല്ലാത്തിനും കാരണം. ചുറ്റും അപകടങ്ങൾ കുറവാണെങ്കിലും നമ്മുടെ തലച്ചോർ ഇപ്പോഴും പഴയ അതിജീവന നിയമങ്ങൾ വെച്ചുതന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് നമ്മളെ ഈ സുഖപ്രദമായ അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നത്? അതിന് രണ്ട് പ്രധാന വഴികളുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് ശരിക്കും രണ്ട് ഭാഗങ്ങളുള്ള ഒരു സിസ്റ്റം പോലെയാണ്. ഒന്ന്, ചില കെമിക്കൽസ് ഉപയോഗിച്ചുള്ള റിവാർഡ് സിസ്റ്റം. രണ്ട്, തലച്ചോറിലെ ന്യൂറൽ പാതകൾ, അഥവാ നമുക്ക് വയറിംഗ് എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് തലച്ചോറ് കംഫർട്ടിനെ ഒരു അഡിക്ഷനാക്കി മാറ്റുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു റിസ്ക്കും എടുക്കാതെ സുഖമായി വീട്ടിലിരിക്കാൻ തീരുമാനിക്കുമ്പോൾ തലച്ചോറ് നിങ്ങൾക്കൊരു സമ്മാനം തരും: ഡോപാമിൻ, ഒരു ഫീൽ ഗുഡ് കെമിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ഇനി നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴോ തലച്ചോർ ഉടനെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ പുറത്തുവിടും. അതൊരു മുന്നറിയിപ്പാണ്. ഹേ, ഇത് അപകടമാണ്, നിർത്തിക്കോ എന്ന് പറയുന്ന പോലെ. ഈ കെമിക്കൽസിന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ, അതായത് സുഖപ്രദമായത് മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ, തലച്ചോറിൽ ഒരു പുതിയ പാതയുണ്ടാകുന്നത് പോലെയാണ്. ഒരു പുൽമേട്ടിലൂടെ ദിവസവും നടന്നാൽ അവിടെ ഒരു വഴി തെളിയില്ലേ? അതുപോലെ ഈ പാതകൾ കൂടുതൽ കൂടുതൽ ബലപ്പെടും. അങ്ങനെ കംഫർട്ട് എന്നത് നിങ്ങളുടെ ഒരു ചോയ്സ് അല്ലാതായി മാറും. അത് നിങ്ങളുടെ ഡീഫോൾട്ട് സെറ്റിംഗ് ആവും. പിന്നെ മാറ്റങ്ങൾ വരുത്താൻ നോക്കുമ്പോഴോ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പെട്ടെന്നൊരു ദിവസം വലിയ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിക്കും. ജനുവരി 1-ാം തീയതി ജിമ്മിൽ ചേരുന്നതുപോലെ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പുറത്തു കിടക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും പരാജയപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഇതിനെ റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയാം. നിങ്ങളുടെ തലച്ചോറിനെ ഒരു റബ്ബർ ബാൻഡായി സങ്കൽപ്പിക്കൂ. നിങ്ങളതിനെ പതുക്കെ വലിച്ചാൽ അത് നീളും. പക്ഷേ ഒറ്റയടിക്ക് ഒരുപാട് ദൂരത്തേക്ക് വലിച്ചാലോ അത് പൊട്ടി തിരിച്ചു കൈയിൽ തന്നെ കൊള്ളും. അതുപോലെയാണ് തലച്ചോറും. പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങൾ അതിന് സഹിക്കാൻ പറ്റില്ല. അത് പേടിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകും. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാവും, അല്ലേ? പെട്ടെന്ന് ഡയറ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പഴയതിലും കൂടുതൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച ആവേശത്തോടെ ജിമ്മിൽ പോയിട്ട് പിന്നെ ആ വഴിക്ക് പോകാതിരിക്കുന്നത്. ഇതൊക്കെ ആ റബ്ബർ ബാൻഡ് ഇഫക്റ്റാണ്. നിങ്ങളുടെ തലച്ചോറ് പേടിച്ചിട്ട് നിങ്ങളെ ശക്തിയായി പിടിച്ചുവലിച്ച് പഴയ സേഫ് സോണിലേക്ക് തന്നെ കൊണ്ടിടും. അപ്പൊ എന്താണ് പരിഹാരം? നമ്മൾ കളി മാറ്റണം. കംഫർട്ട് സോണിനെ തകർക്കാൻ നോക്കുന്നതിനു പകരം അതിനെ പതുക്കെ വളർത്താൻ ശ്രമിക്കുക. അതിനെ വികസിപ്പിക്കുക. അതാണ് ശരിക്കുള്ള വഴി. നമുക്ക് വേണ്ടത് ഭയങ്കരമായ കുതിച്ചുചാട്ടങ്ങളല്ല. വേണ്ടത് ദിവസവും വെറും 1% മാത്രം വളർച്ചയാണ്. അത്ര മതി. ചെയ്യേണ്ടത് ഇത്രയുള്ളൂ: നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ചെറിയ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്ര ചെറിയ
അസ്വസ്ഥതകൾ കൊണ്ടുവരിക. ഈ ചെറിയ മാറ്റങ്ങളെ നിങ്ങളുടെ തലച്ചോറ് ഒരു ഭീഷണിയായി കാണില്ല. അതുകൊണ്ട് അത് എതിർക്കുകയുമില്ല. കാലം കഴിയുന്തോറും ഈ ചെറിയ ചുവടുകൾ കൂടിച്ചേർന്ന് വലിയൊരു മാറ്റമായി മാറും. ഇത് പ്രായോഗികമായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയാണെന്നിരിക്കട്ടെ. നേരെ പോയി ഒരു 30 മിനിറ്റ് പ്രസംഗിക്കാൻ നോക്കരുത്. പകരം ഒരു മീറ്റിംഗിൽ ഒരൊറ്റ വാചകം പറയാൻ ശ്രമിക്കുക. അത്ര മതി. അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമുണ്ട്, അത് 5 മണിയാക്കണോ? നാളെ മുതൽ 5 മണിക്ക് അലാറം വെക്കരുത്. പകരം 7:45 വെക്കുക. ആ ചെറിയ മാറ്റം മതി. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ കംഫർട്ട് സോൺ തകർക്കാനുള്ള ഒന്നല്ല. അത് പതുക്കെ പതുക്കെ വളർത്തി അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾ അത്ഭുതപ്പെടും. ഒരു കാലത്ത് നിങ്ങളെ പേടിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വളരെ സാധാരണമായി തോന്നും. അപ്പോ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇന്ന് നിങ്ങൾ വരുത്താൻ പോകുന്ന ആ ഒരു ശതമാനം മാറ്റം എന്തായിരിക്കും? നിങ്ങളുടെ ആ ആദ്യത്തെ ചെറിയ ചുവട് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.